വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ സമാനമായ മറ്റൊരു വൻ ദുരന്തത്തിന്റെ നിഴലിൽ ഭീതിയോടെ കഴിയുകയാണ് 300ഓളം കുടുംബങ്ങൾ. മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലെ വെണ്ടേക്കുംപോയിൽ മേലേമങ്ങാട് പ്രദേശത്തെ സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി കുന്നിൻ മുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന വൻ മൺകൂന താഴെയുള്ള ജനവാസ മുകളിലേക്ക് ഏതു നിമിഷവും പതിക്കാവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ 2 ദിവസമായി പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴ മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു കണ്ണറിയാൻ മേലാത്തൊരു അമ്മയുണ്ട്, പിന്നെ 3 വയസ്സായത് കുഞ്ഞുങ്ങളാണ്, തീരെ കുഞ്ഞുങ്ങളാണ് 3 ഉള്ളത്. ഞങ്ങൾ ആകപ്പാടെ മേടിച്ചത് എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും നിങ്ങൾ കണ്ടോളും. ഞങ്ങൾ ആകെ ഇതിലാണ്. പിന്നെ ഞങ്ങൾക്ക് വേനൽക്കാലത്തും ഇതുപോലെ തന്നെയാണ്, മഴക്കാലത്ത് അതിലും ഭീകരമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആകപ്പാടെ പേടിച്ച് കിടന്ന് ഉറങ്ങണത് തന്നെ. ഇത് എപ്പോഴായിരിക്കും എന്തായിരിക്കും എന്നുള്ള സ്ഥിതി അറിയാൻ മേലാണ്ട്. കോറി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഏകദേശം 1 കൊല്ലം ആകുന്നു. അത് കൂടാതെ അതിന്റെ പ്രശ്നങ്ങൾ മാറി നിൽക്കുകയാണ്. ഇവർ ഈ കോറിന്നുള്ള മണ്ണും വേസ്റ്റും വലിയ വലിയ പാറകളും കൊണ്ട് ഇതുപോലെ കുന്നുകളായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് നേരെ വരുന്നത് വെണ്ടേക്കുംപോൽ എന്ന പ്രദേശത്തേക്കാണ്. ഇതിന് തൊട്ട് ഈ മലയുടെ തൊട്ട് താഴെയാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ വീട്ടിൽ 4 കുഞ്ഞുങ്ങളും വയസ്സായ ഒരു അമ്മയും കൂടെ അടുത്ത് താമസിക്കുന്നത്. ഈ മേയത്തും കാറ്റത്തും എങ്ങോട്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആന വഴിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രി എങ്ങോട്ടൊന്നും മാറാനും പറ്റുന്നില്ല. ആ രീതിയിൽ ആപ്പാടെ ബുദ്ധിമുട്ടിലാണ്. അധികൃതർക്ക് എല്ലാ തവണയും ഞങ്ങൾ പരാതി പറയുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി എല്ലാവരോടും പറഞ്ഞിട്ട് പോലും ഇതിന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. കളക്ടർക്ക് ഇന്ന് ഞാൻ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വില്ലേജ് ഓഫീസറും കാര്യങ്ങളും വരാതെ സമ്മതിച്ചിട്ടുള്ളത്. കുറേ പരാതി കൊടുത്തതാണ്. പരാതി കൊടുക്കാൻ ഇനി ആർക്കും ഇല്ല. എല്ലാവർക്കും പരാതി കൊടുത്ത് മടുത്തതാണ്. ഞങ്ങളിവിടെ വന്നിട്ട് എത്ര വർഷങ്ങളായതെന്നറിയാം. 49 കൊല്ലമായതാ. പേടിക്കാതെ തന്നെ ചെയ്യുന്നു. മിനിഞ്ഞാന്നും ഞങ്ങൾ ഒരുപാട് കണ്ണ് ഉറങ്ങിയിട്ടില്ല. റഫീഖ് തോട്ടുമുക്കം ചേരുന്നു വിവരങ്ങളുമായി. റഫീഖ്, ഏതായാലും നമുക്കറിയാം ഈ ഒരു വയനാട് ദുരന്തമുണ്ടായി മണിക്കൂറുകൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നത്. ഈ ഒരു ഏത് നിമിഷവും പതിക്കാവുന്ന രീതിയിലാണ് ഇത്തരത്തിൽ മൺകൂന ഈ ഒരു ജനവാസ മേഖലയിലാണ് ഇതുള്ളത് എന്നതാണ് ഏറെ ഭീതികരമായ കാര്യം. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, തീർച്ചയായും ഈ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി കുടുംബങ്ങളാണ് അവരുടെ ദുരിതങ്ങൾ നമ്മോട് പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഇത് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ കക്കാടംപൊയില് ചാലിയാർ പഞ്ചായത്തിലെ വെണ്ടേക്കുംപോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മേലേമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്വകാര്യ കോറി ഇപ്പോൾ 1 വർഷമായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഈ കോറിക്ക് വേണ്ടിയിട്ട് പിന്നെ JCB ഉപയോഗിച്ചെടുത്ത മണ്ണ് അവർ കുന്നിൻ മുകളിൽ കൂന പോലെ കൂട്ടിയിട്ടതാണ് ഇപ്പോൾ ഇവരെ ഈ ഭീതിയിലായിരുത്തിയിരിക്കുന്നത്. ഇവരെ ഭീതിയിലായിരുത്താനുള്ള പ്രത്യേക ഒരു കാരണം ഇന്നലത്തെ നമ്മുടെ ഈ വയനാട്ടിലെ മണ്ണിടിച്ചിൽ കൂടിയാണ്. അപ്പോൾ ഇതിനു മുമ്പ് നിരവധി പരാതികൾ ഇവർ കൊടുത്തിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആരോപണം കൂടിയുണ്ട്. നിലവിൽ 3ഓളം കുടുംബങ്ങളാണ് ഏറ്റവും ഭീകരാവസ്ഥയിൽ നേരെ ഈ മൺകൂനയ്ക്ക് താഴെയായിട്ട് പിന്നെ സ്ഥിതി ചെയ്യുന്നത്. അവരിപ്പം നിലവിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർക്കും ഒക്കെ പരാതി ഇന്ന് വില്ലേജ് ഓഫീസർ വരികയും അവരെ ഇപ്പോൾ ഇന്ന് അവരോട് മാറി താമസിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ സുഹൃത്തുക്കളെയും ബന്ധുക്കളെ വീട്ടിലേക്കൊക്കെ മാറാനുള്ള ഒരു തയ്യാറെടുപ്പിലാണുള്ളത്. അതാണ് അവരിപ്പോൾ പങ്കുവെച്ചിട്ടുള്ളത്. അവർക്ക് സ്വന്തം വീട്ടിൽ ഈ ഒരു കോറിക്കാരുടെ ഈ ഒരു അനാസ്ഥ മൂലം സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും അധികൃതർ ഉടൻ തന്നെ അതിനൊരു ശാശ്വതമായ നടപടി എടുത്തില്ലെങ്കിൽ വയനാടിനേക്കാളും അല്ലെങ്കിൽ അതിൽ ഉപരി വലിയൊരു ദുരന്തം നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്നുള്ളതാണ് നമുക്കും പറയാനുള്ളത്. ദീപ്തി, തീർച്ചയായും റഫീഖ്, നമുക്കറിയാം ഈ ഒരു എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു നടപടി തന്നെ വേണമെന്നതാണ്. നിലവിൽ ഈ ഒരു പ്രദേശത്ത് മഴയുടെ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു പ്രദേശത്ത് നിന്നും അധികൃതർ ഈ ഒരു വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് അധികൃതരുടെ ഭാഗത്ത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ലഭിക്കുന്നില്ല എന്നത് തന്നെയാണല്ലേ ഈ പ്രദേശവാസികളുടെ പരാതി. തീർച്ചയായും നമുക്ക് 3 ദിവസമായി ഒരാഴ്ചയായിട്ട് മഴയുണ്ടെങ്കിലും 3 ദിവസമായിട്ട് ശക്തമായ മഴയാണ് പ്രദേശത്ത് പെയ്യുന്നത്. ഇതൊരു ഹിൽ ഏരിയ ആയതുകൊണ്ട് തന്നെ കനത്ത മഴയാണ് പെയ്യുന്നത്. നിലവിൽ ഇവർ പല സ്ഥലത്തും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പിന്നെ വില്ലേജ് ഓഫീസർ വരികയും അവരോട് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. എന്തായാലും സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവിടെയുള്ള നിരവധി കുടുംബങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അധികൃതർ ഉടൻ തന്നെ വലിയൊരു നടപടികൾ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഇപ്പോഴുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്താ പറയാ വലിയൊരു ദുരന്തം കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.
നിലവിൽ ഈ ഒരു പ്രദേശത്ത് ക്വാറിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ, അതോ ഇനി ഒരു നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ക്വാറിയുടെ പ്രവർത്തനം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടോ റഫീഖ്? ഇല്ല, നിലവിൽ ഇപ്പോൾ ഈ റെഡ് അലേർട്ടും ഈ ശക്തമായ മഴ കാരണം താൽക്കാലികമായിട്ട് ഇപ്പം കോറി പ്രവർത്തിക്കുന്നില്ല. എന്തായാലും ഈ ഒരു സാഹചര്യം ഇപ്പോൾ സ്റ്റോപ്പുമോ പോലുള്ള കാര്യങ്ങൾ അധികൃതർ കൊടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും അധികൃതർ ഫയർഫോഴ്സ്, പിന്നെ പഞ്ചായത്ത്, അതുപോലെ വില്ലേജ് അവിടെ നിന്നുള്ള അധികൃതരെല്ലാം ഇന്ന് അവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു വൈകിട്ട്. അതിന്റെ ഭാഗമായിട്ട് തുടർ നടപടികൾ എടുക്കും. ഇവരുടെ ഈ ഒരു ജനങ്ങളുടെ പരാതിയിൽ അവർക്ക് അനുകൂലമായ നടപടി വരും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ റഫീഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്നും ആളുകളുടെ അടുത്ത് മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ബന്ധുക്കളുടെ അടക്കം വീട്ടിലേക്ക് മാറി താമസിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നിരുന്നാലും ഇതൊരു ശാശ്വതമായ അല്ലെങ്കിൽ ദീർഘനാളിലേക്കുള്ള ഒരു പരിഹാരമല്ല. ഈ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറി താമസിക്കുക എന്ന് പറഞ്ഞാലും സ്വന്തം പ്രദേശത്ത് അല്ലെങ്കിൽ ഇത്രയും നാൾ ജീവിച്ചു വന്നിരുന്ന ഒരു പ്രദേശത്ത് നിന്നും മാറി താമസിക്കുക എന്ന് പറയുന്നത് എന്നിരുന്നാലും ഈ ഒരു പ്രദേശവാസികൾക്ക് ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുക എന്നത് തന്നെയല്ലേ ഈ ഒരു വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണോ? തീർച്ചയായും അത്യാവശ്യമായിട്ട് അവിടെ ഈ കോറിയുടെ പ്രകമ്പനം ഇവരെ വീടുകൾക്ക് വിള്ളലുകൾ വന്നിട്ടുണ്ട് താഴെയുള്ള. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് ഇപ്പം ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ മണ്ണ് അടിയന്തരമായിട്ട് ഈ വലിയ രീതിയിലുള്ള മൺകൂനകൾ എത്രയും പെട്ടെന്ന് അത് മാറ്റി അവർക്ക് സേഫാക്കുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് അവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്ന് ഇവരെ ഈ പ്രദേശത്ത് ഇപ്പം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയാണ്. തുടരുക. നമുക്ക് ഇപ്പോൾ ഒരു പ്രദേശവാസിയായ അർച്ചന നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം ശ്രീ അർച്ചന. നമുക്കറിയാം ഏറെ ഇപ്പോൾ ഈ ഒരു ഭീതിയിൽ തന്നെയായിരിക്കാം നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ മണ്ണ് ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? നിലവിലിപ്പോ ആ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വെച്ചാല് മൺകൂന എന്ന് പറഞ്ഞാൽ പോലെ തെങ്ങിന് പൊക്കത്തോളമാണ് ഇപ്പൊ മണ്ണ് കൊണ്ട് കൂട്ടിയിരിക്കുന്നത്. മണ്ണ് മാത്രമല്ല, അതിൽ കോറി വേസ്റ്റും ഉണ്ട്, വലിയ വലിയ പാറക്കല്ലുകളും ഉണ്ട്. 2 വട്ടം പാറക്കല്ലുണ്ട് ഞങ്ങള് വീണ്ടും പുറയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിത് അവരോട് റിപ്പോർട്ട് ചെയ്തപ്പോ അവര് പറയുന്നത് അവിടെ പാറക്കല്ല് ഉരുണ്ടിട്ടേ ഇല്ലെന്ന രീതിയിലാണ് കോറിക്കാർ സംസാരിക്കുന്നത്. വില്ലേജ് ഓഫീസർ വന്നു, വില്ലേജ് ഓഫീസർ സ്ഥലം കണ്ടു. പുള്ളിക്കാരത്തി ഒട്ടും മട്ടിൽ അവരോട് പറഞ്ഞു ഈ മണ്ണ് മാറ്റി കൊടുക്കുക എന്നുള്ളത്. എനിക്ക് 4 കുഞ്ഞു മക്കളാണ്. 67 വയസ്സായ അമ്മയും ഞാനും മക്കളും കൂടാണ് ഇവിടെ താമസിക്കുന്നത്. ഭർത്താവ് പുറത്താണ്. അപ്പൊ 2-3 ദിവസം ഞങ്ങള് ഉറക്കളിച്ച് മക്കൾക്ക് കാവലിരിക്കുകയാണ്. എപ്പോഴാ പൊട്ടുക, എന്താ അവസ്ഥ എന്നറിയത്തില്ല. തീർച്ചയായും ഈ ഒരു വിഷയം നിങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? നമ്മള് കഴിഞ്ഞ സർക്കാരിനും ഈ സർക്കാരിനും നമ്മള് എഴുതി അപേക്ഷ കൊടുത്തിട്ടുണ്ട്. കോറിയിൽ എന്തെങ്കിലും ഇതെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ആക്ച്വലി ഒന്നും ഒരു എന്താ പറഞ്ഞ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സഹായം നമുക്ക് കിട്ടിയിട്ടില്ല. കളക്ടറേറ്റ് പരാതി കൊടുത്തു. കഴിഞ്ഞ ദിവസം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഞങ്ങൾ ലെറ്റർ കൊടുത്തു. എല്ലാം കൊടുത്തിട്ട് ആരും ഇന്നവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വരുന്നവർ കാണും, പോകും. ആരോട് വെച്ചാലും പറയുന്നത് ജിയോളജി വകുപ്പിനാണ്, അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം. അവർ റിപ്പോർട്ട് കൊടുക്കുന്ന പോലെ വരുള്ളൂ. ജിയോളജി വകുപ്പുകാർ വന്നു, അവരെയും നമ്മളിത് കാണിച്ചു. അവർക്കും പറയാനുള്ള എന്താ, നമുക്ക് ചെയ്യാം, എന്ന് ചെയ്യും എന്ന് നമുക്കറിയത്തില്ല. എന്ത് ചെയ്യും എന്ന് അവരോട് ചോദിച്ചു ഞങ്ങൾ മടുത്തിരിക്കുകയാണ്. എന്നും ചെയ്യാന്ന് പറയുന്നല്ലാണ്ട് ഇതിപ്പോ ഞങ്ങളോട് മാറി താമസിച്ചോളാൻ പറഞ്ഞു. ഇന്ന് വില്ലേജ് ഓഫീസ് ആള് വന്നു, പഞ്ചായത്തിൽ നിന്ന് ആള് വന്നു, മാറി താമസിച്ചോളാൻ പറഞ്ഞു. എങ്ങോട്ട് മാറും? 4 കുഞ്ഞു മക്കളെ കൊണ്ട് എങ്ങോട്ടാണ് മാറേണ്ടത്? തൊട്ടടുത്ത് വീട്ടിൽ അഭയം ചോദിക്കാൻ വേണ്ടി എത്ര ദിവസം ഞാൻ അങ്ങനെ കിടക്കും? തീർച്ചയായും ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഈ ഒരു പ്രദേശത്ത് തന്നെ ആണോ താമസം, അതോ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ മണ്ണ് കൂട്ടിക്കുന്നതിന് തൊട്ട് താഴെ എന്റെ വീട്. അപ്പൊ അതിന് മുകളിലൊരു വീട്ടിലേക്കാണ് ഇപ്പൊ പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവിടെ പറഞ്ഞോളൂ. തൽക്കാലം അങ്ങോട്ടേക്ക് മാറി താമസിക്കുക, അങ്ങോട്ടേക്ക് മണ്ണ് വരത്തുള്ള വിശ്വാസത്തിൽ പോവുകയാണ്. അവിടെയും കോറിയുടെ പ്രവർത്തനം കൊണ്ട് അവരുടെ വീട്ടിലും വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ വീടുകളിലും ഈ ഇത്തരത്തിൽ വിള്ളലുകൾ വീഴുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടോ? വിള്ളലുകൾ വീണിട്ട് ജനലുകൾ ഇങ്ങനെ കുലുങ്ങുകയാണ്. ചില്ലല്ലോടെ കുലുങ്ങുന്നു. അലമാരിക്കുന്ന പാത്രങ്ങൾ വരെ തീർത്ത് താഴെ വീഴുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഒരു റെസ്പോൺസും ഇല്ല. നമ്മൾ കുറെ ജീവനുകൾ ഇങ്ങനെ പരാതി പരിഭവമായിട്ട് നടക്കാൻ നല്ലാണ്ട് അധികൃതർ ഇതിനായി യാതൊരു വിധത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല.
ഇതിപ്പം വൈകുന്നേരം എന്തെങ്കിലും ഒരു മഴ കൂടിയാൽ തന്നെ നമ്മൾ മുറ്റത്തിറങ്ങി എങ്ങോട്ടെങ്കിലും മാറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടാനയുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ്. ഇങ്ങനെ സ്ഥലം വാങ്ങി കോറിക്കാര് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങുക, കാട് പിടിപ്പിച്ചിടുക. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന സ്ഥലം പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്ന് കണ്ടിട്ടുണ്ട്, ഫുൾ ചുറ്റും കാടാണ്. ഈ കാട്ടിൽ എന്തെങ്കിലും കിടക്കുന്ന ഫസ്റ്റ് ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. പക്ഷെ ഇത് കാടല്ല, ഇത് വ്യക്തികളുടെ പറമ്പാണെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ പ്രദേശത്ത് കാട്ടാന ശല്യവും രൂക്ഷമാണ് എന്നതാണോ നിങ്ങളിപ്പോൾ പറയുന്നത്? കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീണ്ടും തൊട്ടു മുന്നിലാണ് വന്ന് നിന്നതാന. ഇതിപ്പോ ഞങ്ങള് കിടക്കാൻ പോകുന്ന വീട് എന്ന വിഷയം നിങ്ങൾ ഇത്തരത്തിൽ അധികൃതരുടെ അടുത്ത് ഈ ക്വാറിയുടെ വിഷയം പറയുന്ന സമയത്ത് തന്നെ ഈ ഒരു കാട്ടാന ശല്യം, ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്ന കാര്യവും നിങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? എത്ര വട്ടം എല്ലായിടത്തും വിളിച്ചു പറയുന്ന മാക്സിമം നമ്മൾ വിളിച്ചു പറയുന്നുണ്ട്. പരാതിയായിട്ട് കൊടുക്കാവുന്നത് മാക്സിമം കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായും 3 വീടാണ്, 3 വീട്ടിൽ ആളുകൾ കുറവാണ്. എന്നാലും മനുഷ്യന്മാരല്ലേ, ജീവിക്കണ്ടേ അവർക്കും. തീർച്ചയായും നിങ്ങളുടെ സങ്കടം, ഭീതി നമുക്ക് മനസ്സിലാകും. ഏതായാലും ഈ ഒരു സംഭവത്തിൽ ഈ ക്വാറി എത്ര നാളായി ഈ ഒരു പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട്? ഒരുപാട് നാളുകളായോ അതോ ഈ ഇടയ്ക്ക് ആരംഭിച്ച ഒരു ക്വാറിയാണോ? ഈ ഒരു ക്വാറിയിൽ ഇത്തരത്തിൽ ഈ ഒരു മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ക്വാറി പ്രവർത്തകരെ അല്ലെങ്കിൽ ക്വാറിയുടെ ആളുകളെ അറിയിച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും എന്തായിരുന്നു പ്രതികരണം? നമ്മളിത് മണ്ണ് കൂട്ടുന്ന ഇപ്പൊ ഏകദേശം 1 കൊല്ലം ആകാറാകുന്നു ഇവർക്ക് ലൈസൻസ് കിട്ടി പൂട്ടിക്കാൻ തുടങ്ങിയിട്ട്. അതായത് 3 മാസത്തേക്കാണ് ആദ്യം ലൈസൻസ് അനുവദിച്ചത്. അതിന് മുന്നേ നമ്മൾ റിപ്പോർട്ട് കൊടുത്തു, അല്ല പരാതി കൊടുത്തു, ഇങ്ങനെ ലൈസൻസ് അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട്. അത് ഒരു ദിവസം പോലെ വൈകിപ്പിക്കാതെ തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് അനുമതി കൊടുത്തു, ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. അത് അവരെ ഞങ്ങൾ അറിയിച്ചു. ഇത് മണ്ണ് കൂട്ടാൻ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കൂട്ടാൻ പാടില്ല, പുതിയ എടുത്തിട്ട മണ്ണാണ് ഈ മണ്ണ്, എന്തായാലും ഉരുൾപൊട്ടൽ 2018 ഉരുൾപൊട്ടിയ സെയിം പ്രദേശമാണിത്, ഇങ്ങനെ പൊട്ടിട്ടുള്ളതാണ്, നമ്മൾ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ അതിന് വേണ്ട പോലെ ചെയ്തോളാന്ന് പറഞ്ഞു. ഈ ചെയ്തോളാം ടീമുകളാണ് പിന്നെയും അതിന് മുകളിൽ പിന്നെ അട്ടിയായി കൊണ്ട് മണ്ണിടുകയാണ്. ലോറിക്ക് മണ്ണ് അടിച്ചുകൊണ്ട് കൂട്ടിയിടുന്നു. തീർച്ചയായും ഏതായാലും നിങ്ങളുടെ സമീപത്തായിട്ട് ഇനിയും വീടുകൾ ഉള്ള ഒരു പ്രദേശമല്ല, ഇനിയും ഇത്തരത്തിൽ കൂടുതൽ ഇപ്പോൾ ഉന്നതാധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം? അതല്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ നിങ്ങളുടെ തീരുമാനം? എന്തായാലും പ്രതിഷേധിക്കും. പക്ഷെ നമുക്ക് ജീവിക്കണം, ഇവിടെ തന്നെ ജീവിക്കണം, വേറെ എങ്ങോട്ട് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എങ്ങോട്ട് പോകാൻ മാർഗ്ഗമില്ല. കൃഷി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ, വേറെ എങ്ങോട്ട് പോകാനാണ്? തുച്ഛമായ പൈസ ഇറങ്ങി പൊക്കോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ സ്ഥലത്ത് ഒരു 10 സെന്റ് സ്ഥലവും വീട് വാങ്ങണേ എന്തോരം പൈസ ആവുന്ന, ചിന്തിക്കാൻ പറ്റുന്ന ചിന്തിച്ചെടുക്കാം. 2-3 ലക്ഷം ഇറങ്ങി പൊക്കോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ ഈ ഇങ്ങനത്തെ ആദായവും കാര്യങ്ങളായിട്ട് ജീവിക്കുന്നവരാണ്, വേറെ വരുമാന മാർഗമൊന്നുമില്ല. അപ്പൊ ഇനി ഇറങ്ങി പൊക്കളാൻ വേണ്ടിട്ട് എങ്ങോട്ട് പോകും? ഞങ്ങൾ എന്തായാലും പ്രതിഷേധിക്കും, ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ചെയ്യും. ഇന്നിപ്പോ 1-2 ദിവസം നമുക്ക് മാറി താമസിക്കാൻ പറ്റുമായിരിക്കും, ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യും? ഇന്നിപ്പോ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഇങ്ങനെ കിടക്കാൻ പറ്റുമോ? അത് ചെറിയ 4 കുഞ്ഞു മക്കളാണ്, 10 വയസ്സിന് താഴെയുള്ള മക്കളാണ് എനിക്കുള്ളത്. എനിക്ക് മാത്രമല്ല, ഈ പുഴ ഒഴുകി ചെല്ലുന്നത് തന്നെ തൊട്ട് താഴെ തന്നെ 3 കുഞ്ഞുമക്കളുണ്ട്. കാണാത്ത ഒരു അമ്മച്ചിയുണ്ട്. അവരെങ്ങോട്ട് പോകുന്നത്? നമുക്ക് മാറി താമസിക്കാം. അവർക്ക് യാതൊരു നിവൃത്തിയില്ല. ഈ നേരെ ഉരുൾപൊട്ടി ചെല്ലുന്ന അവരുടെ പെരയിലോട്ടാണ്. ഇത് തോട്ടിലെ വെള്ളം കണ്ടിട്ട് അവർ പേടിച്ചിരിക്കുകയാണ്. അത് ശക്തമായ ഒഴുക്കാണ് തോട്ടിക്കൂടെ ഒഴുകുന്നത്. ഞാനിപ്പോ താഴെ കയറി വരുന്ന വഴി ഇവര് കോറിന്നുള്ള വേസ്റ്റ് വെള്ളം, അതായത് പഞ്ചായത്ത് റോട്ടിൽ കൂടെയാണ് ഒഴുക്കുന്നത്. ഈ ഒഴുക്കുന്ന ഭാഗത്തും തിണ്ടുണ്ട്. ആ തിണ്ട് ഇപ്പൊ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് തോട്ടിക്കൂടെ ഒഴിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ഉത്രാടംപുഴ എന്നുള്ള തോടാണ് വെണ്ടേക്കുംപൊയിൽ പ്രദേശത്ത്. അത് ചെല്ലുന്നത് ചാലിയാർ പുഴയിലോട്ട്. വയനാട്ടിലെ പോലെ തന്നെ സദൃശമായിട്ട് എല്ലാ സംഭവം ചെല്ലുന്നത് ചാലിയാർ പുഴയിലോട്ടാണ്. ഇവിടുന്നുള്ള പോലെ നേരെ ചെല്ലുക ചാലിയാർ പുഴയിലോട്ടാണ്. തീർച്ചയായും നമുക്ക് മനസ്സിലാകും നിങ്ങളുടെ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. എത്രയും വേഗം ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായ ഒരു നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ ഒരു വാർത്തയിലൂടെ നിങ്ങൾക്ക് വലിയൊരു നല്ല രീതിയിലുള്ളൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ ഒരു ക്വാറിയുടെ പ്രവർത്തനം എത്രയും വേഗം നിർത്തലാക്കും, അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ശ്രീ അർച്ചന.
റഫീഖ് തൊട്ടുമുഖം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റഫീഖ്, നമുക്ക് ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്നും ഏറെ വൈകാരികമായി തന്നെയാണ് അവർ പ്രതികരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ഭീതിയിൽ തന്നെയായിരിക്കും അവർ താമസിക്കുന്നത്. ഓരോ മഴ പെയ്യുമ്പോഴും എന്താണ് തങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്താണ് മുന്നിലുള്ളത് എന്ന് ജീവൻ കയ്യിൽ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അവർ ജീവിക്കുന്നത് എന്ന് നമുക്ക് ഇവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. റഫീഖ്, തുടരാം. തീർച്ചയായും ഇപ്പം നമ്മളിപ്പോൾ ഈ അർച്ചനയുടെ ഈ ഒരു പ്രതികരണം നമ്മൾ കേട്ടു. വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മൾ നേരിട്ട് ചെന്നപ്പോഴും അവിടെ നാട്ടുകാരുടെ മൊത്തം ഒരു വികാരത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ അർച്ചന നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സ്വന്തം വീട്ടിൽ താമസിക്കാൻ കഴിയാതെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് പോകും? 1-2 ദിവസത്തെ കേസാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇവരുള്ളത്. ഇപ്പം ഈ അർച്ചന പറയുന്നത് അവരുടെ അത്രയും പ്രദേശത്തെ നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു വികാരത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ്. എല്ലാവരുടെയും വികാരം അത് തന്നെയാണ്. അപ്പം എന്തായാലും ഉടനെ തന്നെ അധികൃതർ ഇതിനു വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും റഫീഖ്, നമുക്കറിയാം ഇപ്പോൾ ഈ അർച്ചനയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഇതിനു മുമ്പും സമാനമായ രീതിയിൽ 2 തവണ ഇത്തരത്തിൽ ഈ ക്വാറിയിൽ നിന്നും വലിയ പാറക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഉരുണ്ട് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവരുടെ പലരുടെയും വീടുകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിട്ടും ഈ ഒരു അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയൊരു പ്രതിഷേധത്തിന് തന്നെ വഴിവെക്കുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായും ഇതിപ്പോ കോറിക്ക് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിന്റെ നിയമം അനുസരിച്ച് ഈ 50 മീറ്റർ 100 മീറ്റർ എന്നൊക്കെയുള്ള ആ ഒരു മാനദണ്ഡം മാത്രമാണ് ഇവര് സത്യത്തിൽ ഈ കോറി അധികൃതരും ഈ സർക്കാരും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്നത്. അതായത് കോറി പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിശ്ചിത ദൂരത്തിന്റെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവര് നോക്കുന്നുള്ളൂ. പക്ഷേ അതിന് ശേഷം ഇതിന്റെ പ്രകമ്പനം എത്രത്തോളം ദൂരത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ളതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കോറി ഇവിടെ വരുന്ന പരിശോധനയ്ക്കായിട്ട് വരുന്നവർ അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കോറിക്കാർ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. വരുന്ന ഉദ്യോഗസ്ഥരോടെല്ലാം എല്ലാം കൃത്യമാണ് എന്ന് പറഞ്ഞ് അവർ തെറ്റിദ്ധരിപ്പിച്ച് വിടുന്ന ഒരു സാഹചര്യമാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വലിയ ഒരു ദുരന്തത്തിന് മുന്നേ ഈ അധികൃതർ കണ്ണ് തുറക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് ഇവിടുത്തെ നാട്ടുകാർ നമ്മോട് പങ്കുവെക്കുന്നത്. റഫീഖ്, അതുപോലെ തന്നെ ഈ ഒരു ക്വാറി ഉദ്യോഗസ്ഥരുടെ അടുത്തും ഈ നാട്ടുകാർ പ്രദേശവാസികൾ പരാതി നൽകിയിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് എന്ന് ഇപ്പോൾ അർച്ചന സൂചിപ്പിക്കുകയുണ്ടായി. അതാണോ നിലവിലെ സാഹചര്യം? അത് ഇവരുടെ നിരന്തരം പരാതികളെ തുടർന്ന് ഇന്നിപ്പം വൈകിട്ട് അവിടെയുള്ള വില്ലേജ് ഓഫീസർ, അതുപോലെ പഞ്ചായത്തിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ഇവരെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഈ ഭീതിയിലുള്ള വീട്ടുകാരോട് മാറി താമസിക്കാനാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവര് ആദ്യം ഈ എങ്ങോട്ട് മാറും എന്നുള്ളൊരു ഒരു ആശങ്കയിലായിരുന്നു. കാരണം സ്വന്തം ഈ സാധാരണ സാമ്പത്തിക സ്ഥിതിയുള്ള ഇവര് സ്വന്തമായിട്ട് വളരെ ദൂരത്തൊക്കെ ആയിരിക്കും ബന്ധുക്കൾ ഉണ്ടാവുക. ഇതിപ്പോ തന്നെ ഇവരിപ്പോ മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്ന തന്നെ ബന്ധുക്കളുടെ വീട്ടിലല്ല, സുഹൃത്തിന്റെ പരിചയത്തിലുള്ള വീട്ടിലേക്കാണ് മാറി താമസിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ 1-2 ദിവസങ്ങൾ ഒക്കെ അല്ലേ നമ്മളായാലും ഒന്ന് ചിന്തിച്ചാൽ മതി. കാരണം 3-4 മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വീട്ടുകാർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ കോറിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണം സ്വന്തം വീട്ടിൽ പോലും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ഒരു കുടുംബത്തിന്റെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കണം. അപ്പം അധികൃതരും അത് മനസ്സിലാക്കണം. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്ന് തന്നെയാണ് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത്. തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. ഇനിയൊരു ദുരന്തം ഉണ്ടാകുന്നത് ആയി കാത്തു നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരമാണ് വേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പ്രദേശവാസിയും നമ്മളോട് പറഞ്ഞത്. ഇവർക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഈ ഒരു വിഷയത്തിൽ വേണ്ടത് എന്നതാണ്. നമുക്കറിയാം, മണിക്കൂറുകൾ കഴിയുന്നുള്ളൂ വയനാടിൽ ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായത്. അതിൻ്റെ ഞെട്ടൽ മാറും മുമ്പാണ് ഇപ്പോൾ സമാനമായ മറ്റൊരു ദുരന്തത്തിൻ്റെ നിഴലിൽ ഒരു ഭീതിയോടെ തന്നെയാണ് ഈ ഒരു 300ഓളം കുടുംബങ്ങൾ ഈ ഒരു പ്രദേശത്ത് കഴിയുന്നത്. മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലെ വെണ്ടേക്കും
വെണ്ടേക്കുംപോയിൽ മേലെ മങ്ങാട് പ്രദേശത്താണ് ഇത്തരത്തിൽ സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി കുന്നിൻ മുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന വൻ മൺകൂന താഴെയുള്ള ജനവാസ മേഖലയ്ക്ക് മുകളിലേക്കും ഏത് നിമിഷവും പതിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു അവസ്ഥയിൽ ഭീതിയോട് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നത്. നമ്മളോടൊപ്പം ചേർന്ന അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു 2 തവണ ഇത്തരത്തിൽ ഈ ഒരു ക്വാറിയിൽ നിന്നും പാറക്കഷ്ണങ്ങൾ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. പലരുടെയും വീടുകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കുട്ടികളും പ്രായമായവരും രോഗികളുമായിട്ടുള്ള നിരവധി ആളുകൾ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ജീവന ഭീഷണിയായാണ് ഈ ഒരു ക്വാറിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു മൺകൂന കിടക്കുന്നത് എന്നതാണ് ഇവർ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഈ ദിവസങ്ങൾ പ്രദേശത്ത് ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഭീതിയോടെ തന്നെയാണ്. ഏത് നിമിഷവും ഇത്തരത്തിൽ ഈ ഒരു മണ്ണൊലിച്ച് താഴേക്ക് വീഴാം അല്ലെങ്കിൽ മണ്ണൊലിച്ച് താഴെ വീഴാനുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഭീതിയിൽ തന്നെയാണ് ഈ പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നതും. ഇതിൽ ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എത്രയും വേഗം ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുക എന്നതാണ് ഈ പ്രദേശവാസികൾ അധികൃതരുടെ ആവശ്യപ്പെടുന്നത്. ഏതായാലും അതിൽ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റഫീഖ് തോട്ടുമുഖമാണ് വിവരങ്ങൾ നൽകിയത്.